ഇതിനെ നമ്മുടെ തിരുമാനട മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ആണെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതല് എനിക്ക് പേടിയും ടെൻഷനും തുടങ്ങിയതാണ്. ഇതുവരെ അത് തീർന്നിട്ടില്ല. ബാക്കി ഒരു കർമ്മം ചെയ്തതിന് ശേഷം ഞാൻ പറയാം. എല്ലാവരും തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവരുടെ അനുഗ്രഹം ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചടങ്ങുകളെല്ലാം നോക്കിയാൽ നടക്കത്തുള്ളൂ. അതിനെല്ലാവരും തിരുമാനേശ്വരനോട് പ്രാർത്ഥിക്കാം. എന്റെ ചെറുപ്പം മുതൽ ശിവരാത്രി മഹോത്സവത്തിന് ശബ്ദം കേട്ട് ശബ്ദത്തിനുടമയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ സീനിയർ ഉദ്യോഗസ്ഥനായ സംഘത്തിന്റെ രക്ഷാധികാരിയായ പി വി പ്രസാദിയുണ്ട്. പട്ടാളത്തിൽ ഔദ്യോഗിക സേവനം കൊണ്ട് ഒരു ക്ലാസ് 1 ഓഫീസറായിട്ട് വിരമിച്ചിരിക്കുന്ന സംഘത്തിന്റെ സെക്രട്ടറി ക്യാപ്റ്റൻ ശ്രീ ചന്ദ്രൻ ചേട്ടൻ. വളരെ ചെറുപ്പകാലം മുതൽ തിരുമാലട ഹൈന്ദവ സഭാസംഘത്തിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കഷ്ടപ്പെട്ട വളരെ അന്തസ്സായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇപ്പോൾ ഉത്സവ കമ്മിറ്റി കൺവീനർ ഭാരവാഹി വഹിച്ചു വരുന്ന ശ്രീ സുരേന്ദ്രൻ ചേട്ടൻ, ഈ ഓഡിറ്റോറിയത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ചേട്ടന്മാരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ജനപ്രതിനിധികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. അഗസ്ത്യ മുനിയുടെ ദേവിയെ സ്തുതിച്ചുള്ള ഒരു കീർത്തനം
അതിന്റെ അനുപല്ലവിയില് അദ്ദേഹം പറയുന്ന, അദ്ദേഹം രചിച്ച ഒരു കീർത്തനമാണ് എനിക്ക് ഈ അവസ്ഥയിൽ ഓർമ്മ വരുന്നത്. ആ കീർത്തനം രാഗമാലിക കീർത്തനമാണ്. പലരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം. അത് അനുപല്ലവി ഇങ്ങനെയാണ്: ഉടന്തേറിന്റെ എന്നെ ഉത്തമനാക്കി വെയ്താൽ ഉഴറിയ പെരിയോരുടൻ തികവരെ കൂട്ടിവിട്ടാൽ. ഇതില് ഈ പെരിയവർ ആരാണെന്ന് ഞാൻ വളരെയധികം അന്വേഷിച്ചു നടന്നു. ഈ പെരിയവര് മറ്റാരും തന്നെയല്ല, നമ്മുടെ തിരുമല ഭഗവാൻ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ വളരെ വർഷങ്ങളെടുത്തു. എന്റെ തുടക്കം എങ്ങനെയാണെന്നും ഞാൻ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നും എന്നേക്കാൾ നന്നായി നിങ്ങൾക്കെല്ലാം അറിയാം. തിരുമാലയുടെ ഞാൻ ആദ്യം പഠിച്ച കീർത്തനം തിരുമാലയുടെ മതപാഠശാലയിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നടന്നപ്പോൾ പാടിയ ഒരു കീർത്തനമാണ്. സത്യത്തില് അന്ന് പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോ ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയാണ് പ്രദക്ഷിണം വെക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. നമ്മള് ആദ്യത്തെ പോകുന്ന ആള് അവിടെ വെടിക്കലിന്റെ അവിടെ ഒരു വര വരയ്ക്കും. കാലുകൊണ്ടാണ് വരയ്ക്കുന്നത്. നമ്മള് ചേനക്കളമൊക്കെ ഇടുന്ന പോലെ വരയ്ക്കുന്നത്. ഇത് ഏതാണ്ട് 36-37 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കീർത്തനം ഇതാണ്: ഓം നമ ശിവായ മന്ത്രമന്ദിര നമസ്തുതേ, ഓം സനാതന പ്രവാസവാസുര നമസ്തുതേ, അഭയവരദ ചാരുവദന സുഗുണവദന ദൈവമേ, ആമയങ്ങളാകവേയകറ്റിടേണമീശ്വര. അതിത് പാടുമ്പം അർത്ഥമൊന്നും അറിയില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വർഷങ്ങളെടുത്തു. ഇത് അന്നിരുന്ന ആചാര്യന്മാര് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതർ കണ്ടുപിടിച്ച സംസ്കൃതത്തിന് രാഗത്തിലാണ് ചിട്ടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ആ തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തില് മതപാഠശാലയില് നാമം ജപിച്ചാണ് എന്റെ തുടക്കം. അതോടൊപ്പം തന്നെ അന്ന് വളരെ ശക്തമായി ഇവിടെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ടായിരുന്നു. തിരുമാലയുടെ ഭജന സംഘത്തിന്റെ ഭജന. അന്ന് ഈ ഉപദേവാലയങ്ങളില്ല, ഈ ഓഡിറ്റോറിയം ഇല്ല. ചെറിയ ഒരു നാലമ്പലത്തിന്റെ തറ മാത്രമാണുള്ളത്. അതിന്റെ അകത്ത് ചെറിയ ഒരു കെട്ടിടം. അതിനോടനുബന്ധിച്ച് ഏകദേശം ഇന്ത്യ പ്രദക്ഷിണ വഴി നമ്മൾ പണിതു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഓടിട്ട പുര. എല്ലാ ഞായറാഴ്ചകളിലും ദീപാരാധന നടന്നു കഴിഞ്ഞാൽ തിരുമാലയുടെ ഭജന സംഘത്തിന്റെ ഭജനയാണ്. ഏതാണ്ട് 30-40 പേരാണ് ഈ ഭജനയ്ക്ക് ഉണ്ടായിരുന്നത്. ഭജനയുടെ ശക്തി എത്രമാത്രം ആണെന്ന് അന്ന് എനിക്ക് വെളിവായ ഒരു സമയം. എനിക്കൊരു 10 വയസ്സ് കാണും. ഇപ്പൊ എന്റെ മുടിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാനുള്ള ആനന്ദ പെൻഷനില്ല. 46 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 74 ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ 34-35 വർഷം മുമ്പെന്ന് പറയുമ്പോ എനിക്ക് 8-9 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ് പറയുന്നത്. വളരെ ശക്തമായ തീവ്രമായ ഒരു യാഗതുല്യമായ ഭജനയായിരുന്നു അത് നടന്നുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാനും ഞാൻ വർഷങ്ങളെടുത്തു. അന്ന് ഭജന നടക്കുമ്പോൾ എന്നെ കൊണ്ടുള്ള കുട്ടികളുടെ ജോലി എന്ന് പറഞ്ഞാല് ഭജനയ്ക്ക് വരുന്നവർക്ക് കട്ടൻ കാപ്പി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കട്ടൻ കാപ്പി ഒഴിച്ചു കൊടുക്കുമ്പോൾ അന്നത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഭജനയ്ക്കകത്തൊന്ന് കയറാൻ പറ്റണം.
പിന്നിലൊരു കാരണമുണ്ട്. ഭജനയ്ക്ക് ഗണപതിക്ക് മുമ്പിൽ ഗണപതി പ്രസാദം ഒരുക്കി വെക്കുന്നുണ്ട്. ഭജനയ്ക്ക് ശേഷം ഇവിടുത്തെ പ്രധാന വഴിവായ മരത്തല, ചിലപ്പോൾ പായസവും ഇതിന് കിട്ടും. അപ്പോൾ ഗണപതി പ്രസാദവും പായസവും മരത്തിലും കിട്ടാനുള്ള മുൻഗണന എന്ന് പറയുന്നത് ഭജനയ്ക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്നെ കൊണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ബോണസ് പോലെയായിരുന്നു പലപ്പോഴും ഗണപതി പ്രസാദം കിട്ടിയിരുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ഭജനം നടത്തിയ ചില ആചാര്യന്മാരെ അവരുടെ വില എന്താണെന്നും അവരുടെ മഹത്വം എന്താണെന്നും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അവരെ ഈ ഒരു അവസരത്തിൽ ഞാൻ അനുസ്മരിച്ചില്ലെങ്കിൽ അതൊരു വലിയ കഷ്ടമായിരിക്കും. പാട്ട് പാടിയിരുന്നത് പുത്തമ്പരക്കൽ പത്മനാഭപിള്ള, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഗജറ വായിച്ചുകൊണ്ടിരുന്നത് എന്റെ വല്യച്ഛനായ കർക്കശക്കാരനായ എന്നെ ഏഴെടുത്ത് ഗജറ തൊടിയിക്കാത്ത എന്റെ വല്യച്ഛൻ ശ്രീ ടി എൻ കേശവൻ ആചാര്യൻ. നമ്മുടെ അന്ന് പിന്നെ മതപാഠശാലയുടെ വന്നപ്പോൾ ഞാനന്ന് പ്രിൻസിപ്പളായി കണ്ട നമ്മുടെ രാഘവൻ പിള്ള സാറ്, പിന്നെ കൊച്ചുതങ്ക സാറെന്ന് വിളിക്കുന്ന സാറ്, പിന്നെ ഒരു കരുണ വിവേകം കൂടാതെ കണ്ട അരനിമിഷം എന്ന കളയെഴുതാനും ഭാഗവത കീർത്തനം പഠിച്ചിരുന്ന പങ്കിയമ്മ സാർ, ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാര്. അതുകൊണ്ടാണ് ഞാൻ വന്ദേ ഗുരുപരമ്പര എന്ന ശ്ലോകം ആദ്യം എടുത്തു ചൊല്ലാൻ കാര്യമില്ല. അവരെല്ലാം പകർന്നു തന്ന അറിവ്, അത് വെച്ചിട്ടാണ് ആ ഗുരുപരമ്പരയിലൂടെ വന്ന അറിവാണ് എന്റെ നാട്ടിലൂടെ വെളിവാകുന്നതേ ഉള്ളൂ. ഞാൻ തന്നെ ഉണ്ടാക്കിയതൊന്നുമല്ല, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയത്. ആ ഗുരുപരമ്പരയിലൂടെയാണ് വളർന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ യശസ്വരിയായ മഹത്തുക്കൾ പറഞ്ഞു, കുഞ്ഞെ ഞങ്ങൾക്ക് പ്രായമായി വരികയാണ്, നിങ്ങളൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു കാര്യം കൂടെ എന്നെ ക്ഷണിക്കണം. ചില ആളുകളെ പെട്ടെന്ന് ഞാനിതൊന്നും ഈ പ്രസംഗം എന്ന് പറയുന്നത് പ്രീ പ്ലാന്റ് അല്ല, നാട്ടിൽ നിന്നും അറിയാതെ വരും. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടാകും, ക്ഷണിക്കുക, വിട്ടുപോയിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഭജനയൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അങ്ങനെയാണ് അപ്പോഴേക്കും ഈ ഭജനയും ഒക്കെ കേട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് മനസ്സിലായിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭജന കീർത്തനം എന്ന് പറയുന്ന 4 ദിവസി വനമാല ഭൂഷണരാമ ശ്രീരാമ എന്നുള്ളതായിരുന്നു. അതിന് പിന്നെ വ്യക്തമായ കാരണം, 4 ദിവസി കഴിഞ്ഞാൽ പിന്നെ ത്യാഗരാജസ്വാമിയുടെ മംഗളമാണ് പാടാൻ, പിന്നെന്താ ഗണപതി പ്രസാദം പായസം കിട്ടും. അപ്പൊ എനിക്ക് അന്ന് ഏറ്റവും ഇഷ്ടമുള്ള 4 ദിവസി വനമാലയും ത്യാഗരാജ മംഗളവുമായി. പക്ഷെ ഞാൻ അന്ന് ഈ ഗണപതി പ്രസാദത്തിന് വേണ്ടി കൊതിച്ചത് ശരിക്കും പറഞ്ഞ ഒരു നിയോഗം പോലെയാണ്. എങ്ങനെയെങ്കിലും ഭജനയ്ക്ക് കയറണം. അപ്പോൾ പതുക്കെ ഗഞ്ചിറ, ഈ പുറകിലിരുന്ന ആൾക്കാരോട് ഒത്തുകൂടി ഗഞ്ചിറ, കാപ്പിക്ക് കൊടുക്കുന്ന നല്ല വെച്ച് പതുക്കെ ഗഞ്ചിറ എന്ന് പറഞ്ഞു. അങ്ങനെ ഗഞ്ചിറ ഭജനയ്ക്ക് ഗഞ്ചിറ വായിച്ചാണ് എന്റെ തുടക്കം. ആ ഗഞ്ചിറ വായിച്ച് പിന്നീട് അടുത്ത ആഴ്ചത്തെ ഭജനയ്ക്ക് എങ്ങനെ ഗഞ്ചിറ വായിക്കാമെന്നാണ് ചിന്ത. അങ്ങനെ വീട്ടിൽ ചെന്നിരുന്നിട്ട് അന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആകെയുള്ള സംഗീതോപകരണം എന്ന് പറഞ്ഞാൽ അലൂമിനിയം കലമാണ്, വേറൊന്നുമില്ല. അതില് ഉള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ അന്ന് എന്റെ അമ്മ ചങ്ങനാശ്ശേരി താലൂക്ക് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അന്ന് അമ്മയ്ക്ക് ഒരാഗ്രഹം ഇതൊക്കെ പഠിപ്പിക്കണം. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ആൾക്കാർ ആരുമില്ല. അങ്ങനെ എനിക്ക് ഭഗവാൻ തന്നെ എന്റെ ഗുരുനാഥനെ കൊണ്ടുതരികയാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് എന്റെ അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥന ഉറക്കുന്നതാണ് സർവശ്രീ നെടുങ്കുന്നം അപ്പുക്കുട്ടൻ ഭാഗവതൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാദ്യം പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത്. പല കീർത്തനങ്ങളും അദ്ദേഹം പാടിയിരുന്നത് ഇത്ര മഹത്തരമാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു. നെടുങ്കുന്നം അപ്പുക്കുട്ടൻ സാർ, രണ്ടാമത് കരുനാഗപ്പള്ളി രാധാകൃഷ്ണൻ സാർ, മാവേലിക്കര കെ വേലുക്കുട്ടൻ നായർ സാർ, രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച
ഉമയാൾപുരി ശിവരാമൻ സാർ, ചെന്നൈ ആകാശവാണിയിലെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ശ്രീ തൃശൂർ ശ്രീ നരേന്ദ്ര സാർ. ഇവരിലൂടെയാണ് എന്റെ മൃദംഗം എന്ന കല വളർന്നു വന്നത്, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ നെടുങ്കുന്നം അപ്പൂക്കുട്ടൻ സാറിന് ഇന്ന് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനിടയായി. തുടർന്ന് തൃപ്പൂണിത്തുറ സംഗീത കോളേജിലെ പ്രൊഫസറായ ശ്രീ ജനാർദ്ദനൻ സാർ, തൃക്കുറുക്കാനം എന്റെ ആദ്യത്തെ അരങ്ങേറ്റം ഈ തിരുമലയുടെ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. 35 വർഷം മുമ്പ് നടന്നത്. അന്ന് പാടിയ അന്നത്തെ ഏറ്റവും ടോപ്പ് ഗായകൻ തൃക്കുറുക്കാനം PG പത്മകുമാർ സാർ. ഏറ്റവും അവസാനം നിലവിൽ ശാസ്ത്രീയ സംഗീതം പോണ്ടിച്ചേരി ഭാരതീയർ സർവകലാശാല സംഗീത വിഭാഗം സീനിയർ പ്രൊഫസർ ഡോക്ടർ S. സുരേഷ് കുമാർ സാറിന്റെ അവറുകളുടെ കൂട്ടത്തിൽ തുടരുന്നു. ഈ തുടർച്ച എല്ലാം സംഭവിച്ചത് ഗുരുക്കന്മാരെ കണ്ടതിന്റെയൊക്കെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്നും ഇന്നും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. തിരുമാലയുടെ ഭജനയ്ക്ക് ഭജനം നന്നായി പാടണം, ഭജനയ്ക്ക് നന്നായി മൃദംഗം വായിക്കണം, ഭജനയ്ക്ക് നന്നായി പാടണം. ഇത് ഈ ലക്ഷ്യം, അന്നത്തെ ലക്ഷ്യം അത് തന്നെ, ഇന്നത്തെ ലക്ഷ്യം അത് തന്നെ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയുന്നു. അന്ന് ഇന്ന് ഒറ്റ ലക്ഷ്യം മാത്രമല്ല, അമ്പലത്തിലെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. പക്ഷെ ഓരോ വർഷം ചെല്ലുന്തോറും പഠിക്കും തോറും സത്യം പറഞ്ഞാല് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പാടാനൊക്കെ പേടിയായിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസംഗകനെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് റിട്ടയർ ചെയ്ത ഡോക്ടർ D. ബാബു പോൾ IAS ആണ്. അദ്ദേഹം പറഞ്ഞ, കുഞ്ഞെ, അറിവില്ലായ്മയെ പറ്റി അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും നിദാനമായിട്ടുള്ളത്. ഓരോ ദിവസം ചെല്ലുന്നതോടും എന്റെ അറിവില്ലായ്മ എത്രയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ മഹാശിവരാത്രി ഉദ്ഘാടനം ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എനിക്ക്. ഞാൻ മാറ്റിക്കൂടെ വിളിച്ചു പറഞ്ഞു, എനിക്ക് യാതൊരു യോഗ്യതയില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് തോന്നുന്നത്, ഈ വേദിയിലിരിക്കുന്ന ഈ നാട്ടിലുള്ള ഓരോ ആൾക്കാരും എന്നോട് കാണിക്കുന്ന സ്നേഹം, എന്നോട് കാണിക്കുന്ന സഹകരണം, ഈ വളരെ ചെറിയ, ഈ സമൂഹത്തിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു മനുഷ്യനാണ്. ആ എന്നെ ഉൾക്കൊള്ളാനുള്ള ഈ മല്ലപ്പള്ളി നിവാസികളുടെ ഒരു വലിയ മനസ്സ്, ആ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് ഒന്നുമില്ലാത്ത ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാനിടയായത്. ഈ എന്റെ ഗുരുക്കന്മാരെ അനുസ്മരിക്കാൻ കുറച്ചെങ്കിലും ആൾക്കാരെ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാനിടയായത്. ഇതിനെനിക്ക് യാതൊരു യോഗ്യതയില്ല. എങ്കിലും ഇതിനുവേണ്ടി എന്നോട് പറഞ്ഞ, എന്നെ വിളിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. വേറൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. മനസ്സിൽ പലതും പറയണമെന്നുണ്ട്, പക്ഷെ അതിന് പറ്റിയൊരു സമയമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രോട്ടോകോൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പാലിക്കാറുണ്ട്. പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, നമ്മളത് എല്ലാവരും ചെവികൊള്ളുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഓം നമ ശിവായ മന്ത്ര മന്ദിര നമസ്തുതേ, ഓം സനാതന പ്രഭാസ വാസുര നമസ്തുതേ. ഈ കീർത്തനം നമ്മളിൽ നിന്നും കൈമോശം വന്നിട്ടുണ്ട്. കൈമോശം വരാതിരിക്കാൻ വേണ്ടി ഞാനത് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നും ഇത് കൈമോശം വന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചു പിടിച്ചേ പറ്റൂ. തിരിച്ചു പിടിക്കണം. അത് തിരുമാലയുടെ മതപാഠശാലയുടെ മാത്രമേ പറ്റുള്ളൂ. ഇന്ന് ഈ വേദിയിലും സദസ്സിലും ഉപേക്ഷിതരാകുന്ന ഒരുപാട് ആളുകളുടെ മക്കളിലൂടെ, അവരുടെ തലമുറയിലൂടെ ഇത് പറ്റുള്ളൂ. വളരെ വേദനയോടെ പറഞ്ഞ ഇപ്പോഴുള്ള ചെറുപ്പക്കാരായ കുട്ടികളില് ഈ പ്രാർത്ഥന അറിയാവുന്നവർ എത്രയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പലർക്കും അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ അത് പഠിപ്പിക്കണം. തിരുമാലയുടെ മതപാഠശാല ഉയർത്തെഴുന്നേക്കണം. എന്റെ ചെറിയ പ്രായത്തില് ഈ തിരുമാലയുടെ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് മല്ലപ്പള്ളി താലൂക്കിന്റെ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയുടെ തന്നെ ജിഫയാണ്.
വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചു പിടിക്കണം. ഒന്ന്. രണ്ടാമത്, ഈ ഭജനയ്ക്ക് ഗിജ്റ വായിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഈശ്വര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് തിരുമലയുടെ ഭജനയിൽ നിന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റേഡിയോ സ്റ്റേഷനായ ചെന്നൈ ആകാശവാണിയില് ഏതാണ്ട് 11 വർഷമായിട്ട് ഞാൻ റെക്കോർഡിംഗ് പങ്കെടുക്കുന്നുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും ടോപ്പായിട്ട് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുമാരും വോക്കൽ, മൃദംഗം, വയലിൻ, ഗിജ്റ, കടം ഇങ്ങനെയുള്ള സർവമാന ആൾക്കാരും അന്ന് 1 മണിക്കൂർ റെക്കോർഡിങ്ങിന് വേണ്ടി കുതിക്കുന്ന റേഡിയോ സ്റ്റേഷനിൽ 11 വർഷമായിട്ട് ഞാൻ പങ്കെടുക്കുന്നു. അവരോടൊക്കെ എന്റെ അഡ്രസ്സില് എല്ലാം ഞാൻ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് ബുക്കുകൾ നോക്കി കാണാം. അവിടെ നമുക്ക് എല്ലാ വർഷവും ആർട്ടിസ്റ്റ് ഡയറക്ടർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവിടെ എന്റെ പേര്, ഹൗസ് നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ സെന്റൻസ് എഴുതി വെച്ചിരിക്കുന്നത് തിരുമലയുടെ മഹാദേവ ടെമ്പിൾ റോഡ്. ചെന്നൈയിലൊക്കെ ആർട്ടിസ്റ്റ് ഡയറക്ടർ പ്രചരിക്കുന്നുണ്ട്. അവിടെ മൃദംഗത്തിന്റെ കാറ്റഗറിയിൽ ഞാൻ വെച്ച് നോക്കുമ്പോൾ എന്റെ പേര് കാണാം. അതില് ഞാൻ അവിടെ അന്ന്, അതായത് 11-12 വർഷം മുമ്പ് ഡയറി എടുത്തപ്പോൾ ഞാൻ അവിടെ കൂട്ടി തിരുമലയുടെ മഹാദേവ ടെമ്പിൾ റോഡ്. അപ്പോൾ എന്താണെന്നറിയാം, എന്നോട് ചോദിക്കും ഏതാണ് ക്ഷേത്രം. ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിനടുത്താണ്. ഞാൻ ആനന്ദ്, എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രോഗ്രാമിന് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കണം. ഒരുപാട് പേര് ഈ ക്ഷേത്രത്തില് വരാനായിട്ട് തയ്യാറായി നിൽക്കണമെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. പക്ഷെ അവരൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വേദി നമ്മൾ പരുവപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. പരുവപ്പെടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമ്മുടെ സപ്താഹത്തിന്റെ ഒരു കാര്യം, സപ്താഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കാര്യം നമ്മുടെ സംഘം പ്രസിഡന്റ് പറഞ്ഞില്ല. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. 15 വർഷം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അന്നും ഓരോ ഭാരവാഹികളോട് ഞാൻ പറയുന്നത് നമുക്ക് ഇന്ന പോലെ ഇത് ചെയ്യണം. പക്ഷെ സമയം ഈ വർഷം 2020 ഒത്തു വന്നത്. അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. വളരെ നല്ല രീതിയിൽ ആ സപ്താഹം നടത്തി. നമ്മൾ ഈ സപ്താഹം നടന്ന 50 വർഷത്തോളമായി സപ്താഹം നടത്തും. സപ്താഹം നടത്തുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലുണ്ട്, മറ്റൊരു സൈഡുകളില്ല. പക്ഷെ എത്ര പേർക്ക് ഇവിടെ ഭാഗവതം വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ തന്നെ ആയിരിക്കും ആൻസർ കണ്ടെത്തുക. നമുക്ക് ഞാൻ തന്നെയാണ് പറഞ്ഞത് സപ്താഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ സപ്താഹം നടത്തണം. നമുക്ക് ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മുടങ്ങിപ്പോ ഇന്നതുപോലെ സപ്താഹം നടത്താം. ഞാൻ ആദ്യത്തെ ഇന്ന പോലെയൊക്കെ പ്രശ്നം ഞാൻ പറഞ്ഞു നമുക്കത് പരിഹരിക്കാം. സംഘത്തിൽ ഒരു ചെലവ് പോലും ഇല്ലാതെ പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് അതിശയമായി. വളരെ നല്ല രീതിയിൽ സപ്താഹം നടത്തി. ഇതൊക്കെ നമ്മുടെ ഇരിക്കുന്നതല്ല, നമ്മുടെ ഭഗവാൻ തരുന്ന. നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ തരുന്ന വായു ഒരു 2 മിനിറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആരുമല്ല, ഒന്നുമല്ല. ഭൂമിയിൽ നിന്ന് വരുന്നു, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പിന്നെ കർമ്മണ്യവാധികാരസ്യ മാഫലേഷു വിദാചനം. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ ഫലം ഈശ്വരൻ തന്നോളൂ. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെ മതപാഠശാല ഉണരണം, നമ്മുടെ ഭജന സംഘം നന്നാവണം. ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും ആഗ്രഹം ഭജന നന്നാകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്റെ 2-3 സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പോൾ എന്റെ ഉദ്ഘാടനം ശരിക്കും വെളിയാകുന്നത് ഞാൻ ഈ വേദിയിൽ മൃദംഗം വായിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. എന്നാൽ ഞാൻ ഉദ്ഘാടനത്തിലൊരു ബുദ്ധിമുട്ട് മൈക്കിൽ കൂടെ പറഞ്ഞു ഉദ്ഘാടനം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, കർമ്മത്തിലൂടെ ഉദ്ഘാടനം നടക്കണം എന്നുള്ളതാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന ആദ്യം തന്നെ ഇവിടെ കൊണ്ടുവന്ന് വേദി വെച്ചിട്ടുണ്ട്. എന്റെ വളരെ നല്ലൊരു സുഹൃത്ത്, എന്റെ ഗുരുനാഥന്റെ ശിഷ്യനായ ഡോക്ടർ സുരേഷ് കുമാർ അവരുടെ ശിഷ്യനായ ഞാൻ എന്റെ ക്ഷണം സ്വീകരിച്ചു. അത് ഞാൻ അമ്പലത്തെ പറ്റി പറഞ്ഞു. അത് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ ഒരു സുഹൃത്തായ ദയാജയ ഇവിടെ ഭജനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വേറെ 2-3 പേരുകൾ കൂടി വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് പല ക്ഷേത്രങ്ങളിലും പ്രോഗ്രാം ഉദ്ഘാടനം തുടങ്ങുന്ന ഒരു ദിവസമായതുകൊണ്ടില്ല. തീർച്ചയായിട്ടും എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഭഗവാന്റെ പക്കപ്പിറന്നാളായ തിരുവാതിര നാളില് അല്ലെങ്കിൽ അതുപോലുള്ള വിശേഷ അവസരങ്ങളിലും നമുക്ക് ഈ സംഗീത സഭയിലൂടെ തുടരണം. ഈ സംഗീത സഭയിലൂടെ മതപാഠശാലയുടെ തിരുമലയുടെ ഭജനയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്റെ ഒരു 37 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഒരു കാര്യം അസന്ധിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. തിരുമലയിലെ ക്ഷേത്രത്തിൽ എന്നൊക്കെ ശക്തമായി ഭജന നടന്നിട്ടുണ്ടോ അന്നെല്ലാം ക്ഷേത്രത്തിന് അതിശക്തമായ ഉയർച്ചയാണ് ഉണ്ടായിരുന്നത്. എന്ന് ഇവിടുത്തെ ഭജനയുടെ ശേഷി ശോഷിച്ചുവോ അന്ന് മുതൽ അതിൻ്റെതായ ഒരു മാറ്റം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രം ഉയരുകയും ക്ഷേത്രത്തെ പറ്റി അറിയുകയും ഒറ്റ ചെയ്യണമെങ്കിൽ ഈ ഭജന പുനരാരംഭിക്കുക വളരെ ശക്തമായ രീതിയിൽ പുനരാരംഭിച്ച പറ്റത്തുള്ളൂ.
അതിന്റെ സംഗീതത്തെ പറ്റി ഒരു ശ്ലോകമുണ്ട്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം, ഗാനാൽപരം നദി. അപ്പൊ എത്ര കോടി പുണ്യം, എത്ര കോടി നാമം ജപിക്കുന്നതിന് തുല്യമാണ് ഒരു കീർത്തനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഇവിടെ ഉപയോഗിക്കുന്ന ഭജന കീർത്തനങ്ങള് മുരുകാനന്ദൻ എന്ന് പറഞ്ഞ യോഗിവര്യന്റെ ഭജന കീർത്തനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അമ്മായിതങ്ങമറിമായം എന്നെ അകലവിടുവതനായോ. ഇത് ഞാൻ കാണാറുണ്ട്, ഭജനയ്ക്ക് കേട്ട് പഠിച്ചതാണ്. മുരുകാനന്ദ കീർത്തനമാണ്. ഇങ്ങനെ മുരുകാനന്ദൻ സംഗീത തിരുമൂർത്തികളായ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, സ്വാതി തിരുനാൾ, പാപനാശം ശിവൻ, സദാശിവ ബ്രഹ്മേന്ദ്രൻ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കീർത്തനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്നൊക്കെ അതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെ നമ്മുടെ ഭജനയിൽ മുഴുകി കേൾക്കണം. എന്റെ ആഗ്രഹം അത് തന്നെയാണ്, നല്ലൊരു ഭജനയ്ക്ക് പാടുക എന്നാണ്. ഞാനും അതിനുവേണ്ടി ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഓരോ വർഷം പരിശ്രമിക്കുന്ന ഉള്ളിൽ പേടിയാണ് വരുന്നത്. കാരണം ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇതിനോട് യോഗ്യതയില്ലല്ലോ ദൈവമേ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ഇതിനുവേണ്ടി നമുക്ക് വേദിയിൽ കിട്ടുന്ന നല്ല വിഷയം നമ്മളെ വളരെ വലിയൊരു അനുഷ്ഠാനമാണ്. ഇപ്പൊ നമ്മുടെ സെക്രട്ടറി പറഞ്ഞല്ലോ, കുറെ നാളുകളായിട്ട് പല സ്ഥലത്തും സഞ്ചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. വളരെ സത്യമാണ്. പക്ഷേ തിരുമാനൻ അവിടെയൊക്കെ കാണുന്ന പ്രഭ എന്ന് പറയുന്നത്